സങ്കീർത്തനങ്ങൾ 66:16 സകല ഭക്തന്മാരായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. രാജാവായ ഹിസ്കിയാവ് മരണകരമായ രോഗത്തിൽ നിന്ന് ദൈവം ജീവനെ വീണ്ടെടുത്തു. താൻ ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും പാടി പുകഴ്ത്തുമെന്ന് ഹിസ്കിയാവ് സാക്ഷ്യപ്പെടുത്തി. കേദരദേശത്ത് ലഗ്യോൻ എന്ന ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ യേശു കണ്ട് സൗഖ്യമാക്കുന്നു. അവനുള്ള ഭൂതത്തെ പുറത്താക്കി. പിന്നീട് അവൻ തന്റെ പ്രാണനെയും ജീവിതത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് ദെക്കപ്പുലി നാടുകളിലെങ്ങും പ്രസംഗിക്കാൻ തുടങ്ങി. കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. എത്രയെത്ര നന്മകൾ, ഉപകാരങ്ങൾ നാം അനുഭവിച്ചു കഴിഞ്ഞു. രോഗത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന് എങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നമ്മെ അതിൽ നിന്നെല്ലാം കരകയറ്റിയൊരു ദൈവമുണ്ട്. മാനുഷിക ആശ്വാസങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ കർത്താവ് നമ്മുടെ കരം പിടിച്ചില്ലേ? വചനം തന്ന് നമ്മെ ശക്തീകരിച്ചില്ലേ? നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തവനെ കുറിച്ച് നമുക്ക് പറയാം. ദാവീദ് പറയുന്നു, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളും ദൈവത്തിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. അവനോട് സദൃശൻ ആരുള്ളൂ? ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ അവൻ അധികമാകുന്നു. യഹോവയോടുള്ള ഭക്തിയെക്കുറിച്ച് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് സകല ജഡവും കാണുക കീർത്തിക്കാം. നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തു നമുക്ക് വിവരിക്കാം. ഏവരെയും ദൈവിക വിടുതലുകൾക്കും നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ.